Good morning. Today we can do question number 2 of exercise 6.2, that is lines and angles, that chapter. Now in this question we can see this AB parallel to CD, that is given in question. The line AB parallel to CD and EF perpendicular to CD. EF, this line is perpendicular to CD. EF perpendicular to CD. Then EF perpendicular to CD, so we can mark this angle as 90 degree. Okay. Then one angle is given, angle GED. Angle GED, which is angle GED. GED. That is given as 126. That means this angle is 126. Angle GED, that full angle is 126. Then find angle AGE, which is angle AGE. Angle AGE is this one. Okay, then here we can see angle AGE and GED. These two angles are alternate angles because AB parallel to CD and GE is the transversal. So these two angles are alternate angles and alternate angles are equal. So here GED is 126. So AGE is also 126. അല്ലേ, പാരലൽ ലൈനകത്ത് വരുന്ന ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യണ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ദീസ് ടു ആംഗിൾസ് ആർ സെയിം. സോ AGE ദാറ്റ് ഈസ് ഈക്വൽ ടു 126. ഇനി അതിനകത്ത് കണ്ടുപിടിക്കേണ്ട വേറെ നെക്സ്റ്റ് ആംഗിൾ, ആംഗിൾ GEF. GEF. Then which is GEF. GEF is this angle, അല്ലേ? GEF എന്ന് പറയുന്നത് ഈ ആംഗിളാണ്, ഈ ചെറിയ ആംഗിൾ. ഓക്കെ, ഇതിനകത്ത് നമുക്കറിയാം ഈ GEF ആൻഡ് FED ഈ രണ്ട് ആംഗിളും കൂടെ ചേർന്നതാണ് 126. ആംഗിൾ GED എന്ന് പറയുന്നത് GEF പ്ലസ് FED ആണ്. അതിനകത്ത് FED 90 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ ടോട്ടൽ ആംഗിൾ 126 ആണ്. അപ്പോൾ ടോട്ടൽ 126 ആണ്. അതിനകത്ത് ഒരു പാർട്ട് 90 ആണെങ്കിൽ ഈ ബാക്കി വരുന്ന പാർട്ട് കാണാൻ 126 നിന്ന് 90 സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ അപ്പം GF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് GF? സോ അവിടെ നമുക്ക് എടുക്കാം ആംഗിൾ GED ഈസ് ഈക്വൽ ടു ആംഗിൾ GEF പ്ലസ് ആംഗിൾ FED. ഇതിനകത്ത് ആംഗിൾ GED എന്ന് പറയുന്നത് ഈ ഫുൾ വരുന്ന ആംഗിളാണ്. അത് നമുക്ക് 126 തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ GEF ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. ആംഗിൾ GEF പ്ലസ് FED എന്ന് പറയുന്നത് നമ്മളുടെ 90 ഡിഗ്രിയാണ്. സോ അപ്പോൾ ഈ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് ആംഗിൾ GEFനെ കണ്ടുപിടിക്കാം. സോ അപ്പോൾ 126 ഈ 90 നമുക്കിവിടെ സബ്ട്രാക്ട് ചെയ്യാം. 126 മൈനസ് 90 ഈസ് ഈക്വൽ ടു ആംഗിൾ GEF. വാട്ട് ഈസ് 126 മൈനസ് 90? ദാറ്റ് ഈസ് 36. അല്ലേ? 90 പ്ലസ് 36 ആണ് 126. സോ that 36 is angle GEF. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു ആംഗിൾ GEFൻ്റെ മെഷർമെൻറ്റ്, ദാറ്റ് ഈസ് 36. ഓക്കെ, നമ്മൾ രണ്ട് ആംഗിൾ കണ്ടുപിടിച്ചു, ആംഗിൾ AGE ആൻഡ് ആംഗിൾ GEF 36. ഇനി ഒരു ആംഗിൾ കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് ആംഗിൾ FGE. അതാണ് ഇനി കാണാൻ പറഞ്ഞിരിക്കുന്നത്, ആംഗിൾ FGE. അപ്പം നോക്കിക്കോ, FGE എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് അല്ലേ, FGE. ഇനി
ദിസ് വൺ. ഇപ്പം ഞാൻ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളാണ് എഫ് ജി ഇ. എഫ് ജി ഇ എങ്ങനെ കാണും? നമുക്കറിയാം ഈ എ ബി എന്ന് പറയുന്ന ലൈനിൽ വരുന്ന ആംഗിളാണ് ദിസ് വൺ. ഈ സ്ട്രെയിറ്റ് ആംഗിൾ, ഒരു സ്ട്രെയിറ്റ് ആംഗിൾ നമുക്ക് കാണാം. ഈ സ്ട്രെയിറ്റ് ആംഗിളിൻ്റെ ഒരു പാർട്ടാണ് ഈ എ ജി ഇ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, എ ജി ഇ ആൻഡ് ഇ ജി എഫ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ഈ സ്ട്രെയിറ്റ് ആംഗിൾ കിട്ടുന്നത്. ദാറ്റ് സ്ട്രെയിറ്റ് ആംഗിൾ ദാറ്റ് ഈസ് 180. അതിനകത്ത് ഒരു പാർട്ട് 126 അറിയാം. അപ്പോൾ അവിടുന്ന് ഈ പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾ എ ജി ഇ പ്ലസ് ആംഗിൾ എഫ് ജി എന്ന് പറഞ്ഞതും ഇ ജി എഫ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ആംഗിൾ എഫ് ജി ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ബിക്കോസ് ദീസ് ടു ആംഗിൾസ് ആർ ലീനിയർ പെയേഴ്സ്. സ്ട്രെയിറ്റ് ഒരു ലൈനിൽ വരുന്ന ആംഗിൾസ് ആണ്, അവരെ ലീനിയർ പെയേഴ്സ് എന്ന് പറയും. കാരണം ഇതിൻ്റെ സമ്മ് 180 ആണ്. അപ്പോൾ അതിനകത്ത് ഒരു ആംഗിൾ 126 നമുക്ക് തന്നിട്ടുണ്ട്. എ ജി ഇ ദാറ്റ് ഈസ് 126. സോ 126 പ്ലസ് ആംഗിൾ എഫ് ജി ഇ ഈസ് ഈക്വൽ ടു 180. Therefore, angle FGE is equal to 180 minus 126. 180 minus 126. What is 180 minus 126? That is 54. അല്ലേ, 126 പ്ലസ് 54 ആണ് 180. സോ ഇതാണ് തേർഡ് ആംഗിൾ. അപ്പം ഈ 3 ആംഗിൾസ് ആയിരുന്നു നമ്മളോട് ഇതിൽ നിന്ന് കാണാൻ പറഞ്ഞത്. ആംഗിൾ എ ജി ഇ, ആംഗിൾ ജി എഫ് ആൻഡ് ആംഗിൾ എഫ് ജി ഇ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതായിരുന്നു അതിനകത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി എക്സസൈസിനകത്ത് നമുക്ക് കാണേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ദെൻ ഇവിടെ തന്നിട്ടുള്ളത് എ ബി പാരലൽ ടു സി ഡി. ദീസ് ടു ലൈൻസ് ആർ പാരലൽ. എ ബി പാരലൽ ടു സി ഡി. പിന്നെ ആംഗിൾ ദിസ് പോയിന്റ് ഇസ് പി. സോ ആംഗിൾ എ പി ക്യു ദാറ്റ് ഈസ് ഗിവൺ അസ് 50. എ പി ക്യു എന്ന് പറഞ്ഞത് ഈ ആംഗിൾ ദാറ്റ് ഈസ് 15. ആൻഡ് ആംഗിൾ പി ആർ ഡി, PRD, that means this angle. Angle PRD is 127. ഇത്രയും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും ദീസ് ടു ആംഗിൾസ് ആണ് എക്സ് ആൻഡ് വൈ. ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ്സ് കാണും. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എ ബി പാരലൽ ടു സി ഡി. അപ്പോൾ അവിടെ ഈ പി ആർ ആൻഡ് പി ക്യു ഇത് രണ്ടും ട്രാൻസ്വേഴ്സിലാണ് അല്ലേ. എ ബി സി ഡി പാരലാകുമ്പം പി ക്യു എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സിലായിരിക്കും. അപ്പോൾ ആ ട്രാൻസ്വേഴ്സലിൻ്റെ 2 സൈഡ്സിൽ, ഓപ്പോസിറ്റ് സൈഡ്സിൽ വരുന്ന ആംഗിളാണ് 50 ആൻഡ് എക്സ്. ഓക്കെ, ഇങ്ങനെ ഒരു 2 പാരലൽ ലൈൻസ് ഉണ്ട്. ഇതൊരു ട്രാൻസ്വേഴ്സിലാണെങ്കിൽ ഇവിടെ വരുന്ന ഈ 2 ആംഗിളിനെ നമ്മൾ പറഞ്ഞത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇവിടെ ഈ ആംഗിൾ 50 തന്നിട്ടുണ്ട്, ഈ ആംഗിളാണ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പാരലൽ ലൈനിനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പം ഫോം ചെയ്യണ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അത് പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ 50 തന്നിട്ടുണ്ട്, അതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എക്സ് ചോദിച്ചാൽ ഈ എക്സും 50 ആയിരിക്കും. സോ ഹിയർ വി ക്യാൻ റൈറ്റ് എക്സ് ഈക്വൽ ടു 50 ബിക്കോസ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. റീസൺ കൊടുക്കണം, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ 50യുടെ ഒരു ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിരുന്നു നമ്മളുടെ എക്സ്. അതുകൊണ്ട് 50 തന്നെയായിരിക്കും എക്സിൻ്റെ മെഷർമെൻറ്റും. ക്ലിയർ ആയല്ലോ? ഇനി ചോദിച്ചിട്ടുള്ളത് വൈ, ആംഗിൾ വൈ കാണാനാണ്. വൈ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എ ബി സി ഡി ഈ 2 പാരലൽ ലൈനിനെ കൺസിഡർ ചെയ്യണം. പി ആർ എന്നുള്ള ട്രാൻസ്വേഴ്സിൽ നോക്കണം. പി ആർ. ഓക്കെ, പി ആർ നോക്കുമ്പം ഈ 127 ഈ ആംഗിളിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ഇത്. ഇത് രണ്ടും കൂടെ വരുമ്പം ഈ 127ൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ആംഗിൾ. കാരണം ഇങ്ങനെയാണ് നമ്മളുടെ എ ബി എന്നുള്ള ലൈൻ
ഇതിൻ്റെ ഒരു ട്രാൻസ്വേഴ്സലാണ് ഇത്. ഇവിടെ ഈ ആംഗിള് 127 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിള് ഇതായിരിക്കും. ഇത് 127 പക്ഷേ ഇതിനെ നമുക്ക് ഇവിടെ ഈ ഫിഗറിൽ ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ പോയിന്റ് പി എന്നുള്ള പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. ആ ഡിവൈഡ് ചെയ്തപ്പം ഇതിൻ്റെ ഈ ഒരു പാർട്ട് 50 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ പാർട്ട് എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ ഈ 50യും yയും കൂടെ ആഡ് ചെയ്യണതായിരിക്കും നമ്മളുടെ ഈ 127 ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിള്. 50 മാത്രമല്ല 50യും yയും കൂടെ ആഡ് ചെയ്യണം ഇത്രയും ആംഗിൾ. ദാറ്റ് ഈസ് APR എന്ന് പറയുന്ന ആംഗിളാണ് PRQവിന് PRD ഇത് PRDക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 50 + y = 127 എന്ന് എഴുതാം. അതിനകത്തുനിന്ന് yനെ കണ്ടുപിടിക്കാം. സോ ഇവിടെ നമ്മൾ എഴുതുന്നത് ആംഗിൾ APR ഈസ് ഈക്വൽ ടു ആംഗിൾ PRD. ഈ ആംഗിളും ഈ റെഡിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും ബിക്കോസ് AB ആൻഡ് CD പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസിനകത്ത് വരണ ഓൾട്ടർനേറ്റ് ആംഗിൾസ് മാത്രമേ ഈക്വൽ ആവുള്ളൂ. അപ്പം APR എന്ന് പറയുന്നത് നമ്മളുടെ 50 + y, 50യും yയും കൂടെ ചേരണം ഇത്രയും ആംഗിളാണ് APR. അത് നമ്മളുടെ PRD എന്ന് പറയുന്നത് 127. ദാറ്റ് ഈസ് ഗിവൺ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ y കണ്ടുപിടിക്കാമല്ലോ. സോ y ഈസ് ഈക്വൽ ടു 127 - 50. വാട്ട് ഈസ് 127 - 50? ദാറ്റ് ഈസ് 77. ഓക്കെ, അപ്പം ഇവിടുത്തെ വൈയുടെ മെഷർമെൻറ്റ് 77 ആയിരിക്കും. 50യും 77ഉം കൂടെ ആഡ് ചെയ്താൽ 127 വരും. ആ 127 വരെയാണ് ഇവിടെ ആ ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിട്ടുള്ള ഇവിടെയും 127 കിട്ടും. അപ്പം ഇതിനകത്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് കിട്ടി. എക്സ് 50 ആയിരുന്നു, y 77. മനസ്സിലായല്ലോ? ഇനി ഇതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതായിരുന്നു നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് PQ ആൻഡ് RS ആർ 2 മിറേഴ്സ്. ഇത് രണ്ട് മിറേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. PQ ആൻഡ് RS ആർ 2 മിറേഴ്സ്. നമുക്കതിനെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, പ്ലേസ് പാരലൽ ടു ഈച്ച് അതർ. ഇത് രണ്ടും മിറേഴ്സ് ആണ്, ഇത് രണ്ടും പാരലാണ്. ദാറ്റ് ഈസ് PQ പാരലൽ ടു RS തന്നിട്ടുണ്ട്. ആൻഡ് ആൻ ഇൻസിഡന്റ് റേ AB സ്ട്രൈക്സ് ദ മിറർ PQ അറ്റ് B. ഈ AB എന്ന് പറയുന്നത് ഒരു റേ ആണ്. ഈ റേ ഈ മിററിൽ പോയി സ്ട്രൈക്ക് ചെയ്യും. AB ദാറ്റ് സ്ട്രൈക്സ് ദ മിറർ അറ്റ് B എന്നുള്ള പോയിന്റ്. PQ എന്ന് പറയുന്ന മിററിൽ AB സ്ട്രൈക്ക് ചെയ്യും അറ്റ് Bയിൽ. ദെൻ ഒരു റേ അവിടെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ? ABയിൽ സ്ട്രൈക്ക് ചെയ്യണ റേ റിഫ്ലക്റ്റ് ചെയ്ത് അത് അടുത്ത മിറർ BC എന്ന് പറഞ്ഞ റേ ആയിട്ട് നെക്സ്റ്റ് മിറർ RSൽ പോയി സ്ട്രൈക്ക് ചെയ്യും. ഇവിടുന്ന് ഈ AB റിഫ്ലക്റ്റ് ചെയ്ത് BC എന്നുള്ള റേ ആയിട്ട് നമ്മളുടെ സെക്കൻഡ് മിററിൽ പോയി സ്ട്രൈക്ക് ചെയ്യും. അപ്പം ഇവിടെ ഇത് സ്ട്രൈക്ക് ചെയ്തിട്ട് ഇവിടുന്നും ഇത് റിഫ്ലക്റ്റ് ചെയ്ത് CD എന്നുള്ള റേ ആയിട്ട് കാണിക്കുന്നുണ്ട്. CD-യിൽ കൂടെ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ AB സ്ട്രൈക്ക് ചെയ്യും, BC റിഫ്ലക്റ്റ് ചെയ്യും, വീണ്ടും ഈ BC ഇവിടെ വന്ന് സെക്കൻഡ് മിററിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് വീണ്ടും അത് റിഫ്ലക്റ്റ് ചെയ്ത് CD എന്നായിട്ട് പോകും. ഓക്കെ, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് റേ AB പാരലൽ ടു CD, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. AB പാരലൽ ടു CD, ഇതാണ് നമുക്ക് കാണേണ്ടത്. PQ പാരലൽ ടു RS തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AB പാരലൽ ടു CD എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ABയും CDയും പാരലാണെങ്കിൽ എന്തു വരും? ഇവിടെ BC എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ട്രാൻസ്വേഴ്സൽ ആയിരിക്കും. അപ്പോൾ ആ ട്രാൻസ്വേഴ്സിൽ വരുമ്പം ഇവിടെ
ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണോ, കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണോ, ഇതിലേതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. എ ബി ഇവിടെയുണ്ട്, ഇവിടെ സി ഡി ഇങ്ങനെ വരണുണ്ട്. ഓക്കെ, ഇത് എ ബി, ഇത് സി ഡി, ഇതാണ് നമ്മളുടെ ബി സി എന്ന് പറയുന്ന ലൈൻ. ഈ രണ്ട് ആംഗിള് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? ഈ രണ്ട് ആംഗിള് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിളോ കോ ഇൻറ്റീരിയർ ആംഗിൾസോ അങ്ങനെ ഏതെങ്കിലും നമുക്ക് എടുക്കാം. ഇതിനകത്ത് ഈസി ആയിട്ട് ചെയ്യാവുന്നത് ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു എക്സ്ട്രാ കൺസ്ട്രക്ഷൻ ഇതിനകത്ത് കൊടുക്കണം. ദാറ്റ് ഈസ് ബി ഇ എന്ന് പറയുന്നത് പി ക്യൂവിൽ വരണ ഒരു പെർപെൻഡിക്കുലർ, ബിയിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതുപോലെ സി എഫ് എന്ന് പറയുന്നതും ഒരു പെർപെൻഡിക്കുലർ നമ്മൾ സി എന്നുള്ള പോയിന്റിൽ വരച്ചു. ഓക്കെ, അങ്ങനെ ബി സി എഫ് ഇത് രണ്ട് പെർപെൻഡിക്കുലേഴ്സ് ആണ്. രണ്ട് പാരലൽ ലൈൻസിന് പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലേഴ്സ് പാരലായിരിക്കും ഇല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു പാരലൽ ലൈൻ ഉണ്ട്, ഇവിടെയും ഒരു പാരലൽ ലൈൻ ഉണ്ട്. ഈ പാരലൽ ലൈനിൽ നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ഈ ലൈനിലും ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ രണ്ട് പെർപെൻഡിക്കുലേഴ്സും പാരലായിരിക്കും ആണല്ലോ. അതുകൊണ്ട് ബി ഇ സി എഫ് ഇത് രണ്ടും പാരലാണ്. ഓക്കെ, നമ്മൾ വരച്ച പെർപെൻഡിക്കുലേഴ്സ് ആയതുകൊണ്ട് ദിസ് ബി ഇ പാരലൽ ടു സി എഫ് എന്ന് നമുക്ക് എഴുതാം. ഇനി ബി ഇ സി എഫ് പാരലാണെങ്കിൽ അവിടെ നമ്മളുടെ ബി സി തന്നെ അതിൻ്റെ ട്രാൻസ്വേഴ്സിലാണ് അല്ലേ? ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ബി ഇ ആൻഡ് സി എഫ്, ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബി ഇ ആൻഡ് സി എഫ്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ സി എഫ് ഉണ്ട്. ദിസ് വൺ ഈസ് ബി ഇ ആൻഡ് ഇറ്റ് ഈസ് സി എഫ്. ഇവിടെയും ഇത് ഇന്റർസെക്റ്റ് ചെയ്ത് കഴിയുമ്പം സി എഫിലോട്ടാണ്, ബിന്ന് സിയിലോട്ടാണ് നമ്മളുടെ ട്രാൻസ്വേഴ്സിൽ വരുന്നത്. ഇവിടെയും ഇന്റർസെക്റ്റ് ചെയ്ത് കഴിയുമ്പം ഈ രണ്ട് ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിളാണ് അല്ലേ? ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആംഗിളിനെ നമ്മൾ ഇവിടെ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ നമ്മളുടെ എ ബി സി എന്ന് പറഞ്ഞ ആംഗിൾ രണ്ടായി ഈക്വൽ ആയിട്ട് മാറി, ഒരു 1 and 2 ആയി. ഇവിടെയും അതുപോലെ 3 and 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 2ഉം 3യും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അത് ഈക്വൽ ആണ് അല്ലേ? 2ഉം 3യും ഓൾട്ടർനേറ്റ് ആംഗിൾസ്, സോറി, ബി ആൻഡ് സി എഫ് പാരലായതുകൊണ്ട് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് 2 and 3, ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 എന്ന് നമുക്ക് എഴുതാം. കാരണം ബി പാരലൽ ടു സി എഫ് ആയതുകൊണ്ട് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിട്ടുള്ള ആംഗിൾ 2ഉം ആംഗിൾ 3യും ഈക്വലാണ്. പിന്നെ അതുപോലെ ഒരു കാര്യവും കൂടെ നിങ്ങൾ നോക്കണം, ഈ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വലാണ്. കാരണം നമ്മൾ ഫിസിക്സിൽ ഒരു ലോ പഠിച്ചിട്ടുണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് ലോ ഓഫ് റിഫ്ലക്ഷൻ ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 1ഉം ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 2ഉം ആണ്. അപ്പം ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 ആണ്. അതുപോലെ തന്നെ ഈ കേസിൽ ആംഗിൾ 3 ആൻഡ് ആംഗിൾ 4 അത് ഈക്വൽ ആയിരിക്കും. അവിടെയും ഈ സെയിം ലോയാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്നും നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്കറിയാം. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2, ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 ആൻഡ് ഈ ബി പാരലൽ ടു സി എഫ് ആയതുകൊണ്ട് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 3. Okay, by using these three equations, we can write angle 1 plus angle 2 is equal to angle 3 plus angle 4. എഴുതാലോ? ഈ 3 ഇക്വേഷനകത്ത് നമുക്ക് എഴുതാം ആംഗിൾ 1 plus angle 2 is equal to angle 3 plus angle 4. ഇനി ആംഗിൾ 1 plus 2 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ആംഗിളാണ്, ഇത് മുഴുവനോടെ കൂട്ടിയത്. ദാറ്റ് ഈസ് ഏതായിരിക്കും? ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ആംഗിളാണ്. സോ ആംഗിൾ എ ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ആംഗിൾ 3 plus 4 എന്ന് പറഞ്ഞ ഏതാ? ദിസ് ആംഗിൾ ബി സി ഡി അല്ലെങ്കിൽ ടി സി ബി, അങ്ങനെ വേണമെങ്കിലും പറയാം. ആംഗിൾ ബി സി ഡി.
angle ABC equal to angle BCD. That means these two angles are equal. That these are the alternate angles. നമ്മളുടെ ABCD എന്നുള്ള പാരലൽ ലൈൻ എടുത്തു, BC ട്രാൻസ്വേഴ്സൽ ആകുമ്പോൾ വരണ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇത് രണ്ടും. അപ്പൊ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ ലൈൻസ് പാരലാണ്. ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ BCD ആയതുകൊണ്ട് the two lines AB and this AB and CD are parallel. അതായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. AB പാരലൽ ടു CD എന്ന്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത് ലോ ഓർക്കണം. ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതുകൊണ്ടാണ് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്നും ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്നും പറയാൻ പറ്റിയത്. അപ്പം നമുക്ക് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പം ഈ രണ്ട് ലൈനും പാരലാണെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 3 ക്വസ്റ്റിനും ആൻസറും ചെയ്ത് പഠിക്കണം. ഓക്കെ.